वृंदावनेश्वरी राधे राधे, वृंदावनेश्वरी राधे राधे, वृंदावनेश्वरी राधे राधे, वृंदावनेश्वरी राधे राधे, प्रियवर सुंदरी राधे राधे, प्रियवर सुंदरी राधे राधे, नव मोहन मोहिनी राधे राधे, नव मोहन मोहिनी राधे राधे, कणकंसकामिनी राधे राधे, कणकंसकामिनी राधे राधे, राधे राधे श्री 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 राधे राधे, वृंदावनेश्वरी राधे राधे, वृंदावनेश्वरी राधे राधे, प्रियवर सुंदरी राधे राधे, प्रियवर सुंदरी राधे राधे, नव मोहन मोहिनी राधे राधे, नव मोहन मोहिनी राधे राधे, कणकंसकामिनी राधे राधे, कणकंसकामिनी राधे राधे, राधे राधे श्री 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 राधे राधे, जय श्री राधे 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 जय श्री राधे, सर्वत्र गोविंद नाम संकीर्तनम, गोविंद गोविंद. कोमलं कूजयन् वेणुं श्यामलोऽयं कुमारक, वेदवेद्यं परं ब्रह्म भासतां पुरतो मम, गोविन्दनामसङ्कीर्तनं गोविन्द. ശ്രീമദ്ഭാഗവതം അതിലെ അഷ്ടമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷയം മന്വന്തര വർണ്ണനമാണ്. അങ്ങനെ മന്വന്തരങ്ങളെ വർണ്ണിച്ചു വരുന്നു. പ്രധാനമായിട്ട് 4 കഥകളാണ്. 1 ഗജേന്ദ്രമോക്ഷം, 2 പാലാഴി മഥനം, 3 വാമനാവതാരം, പിന്നെ മത്സ്യാവതാരം. പാലാഴി മഥനത്തിന് ശേഷം പിന്നീടൊരു കഥ വർണ്ണിച്ചു. ശങ്കരമോഹനം എന്നൊരു ലീല, ഭഗവാന്റെ മായയുടെ മഹിമ ഒന്നെടുത്തു പറയുന്നു. നൂനം ഭഗവതോ മായ യോഗിനാമപി മോഹിനി, യോഗീശ്വരന്മാർ പോലും ഭഗവാന്റെ മായയിൽ മോഹിക്കുന്നുണ്ട് എന്നിരിക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കാര്യം പറയാനുണ്ടോ? വളരെ കരുതി വേണം ഈ ലോകത്ത് ജീവിക്കുക എന്ന് കാണിക്കണം. നാരദ മഹർഷി വന്ന് പരമശിവനെടുത്ത് വന്നു പറഞ്ഞു, അങ്ങ് 3 കണ്ണൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ കാണേണ്ട കാഴ്ച കണ്ടില്ലല്ലോ. എന്താ ഈ കാണേണ്ട കാഴ്ച? വിഷ്ണു ഭഗവാന്റെ സ്ത്രീവേഷം കണ്ടില്ലല്ലോ. അത് കാണണമെന്നായി ആർക്ക്? പരമശിവന്. അപ്പോഴേക്കും പാർവതിക്കും മോഹം വിഷ്ണു ഭഗവാന്റെ ആ സ്ത്രീവേഷം കാണണം. അങ്ങനെ ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയും എല്ലാവരും കൂടി അങ്ങോട്ട് പുറപ്പെട്ടു. വൈകുണ്ഠത്തിലേക്ക് വന്നു. സോഹം തദ്രഷ്ടുമിച്ഛാമി, ഞാൻ അങ്ങയുടെ ആ സ്ത്രീവേഷം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു, ഞാനത് ആ അസുരന്മാരെ പറ്റിക്കാൻ വേണ്ടി കെട്ടിയതാ. കൗതൂഹലായ ദൈത്യാനാം, വിവരമില്ലാത്ത അസുരന്മാരെ പറ്റിക്കാൻ വേണ്ടി കെട്ടിയതല്ലേ, അങ്ങത് കാണണ്ട. കാമദേവനെ ചുട്ടരിച്ച ആളല്ലേ അങ്ങനത്തെ ഈ സ്ത്രീവേഷം കാണാൻ നടക്കുന്നത്. അങ്ങനെയല്ല, അങ്ങയുടെ ആ സ്ത്രീവേഷം എനിക്ക് കാണിച്ചു തരണം. ഞാൻ പറഞ്ഞാൽ വിഷ്ണു ഭഗവാൻ കേൾക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പാർവതിയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അങ്ങത് കാണിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് വിഷമാവും. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആവാം എന്ന് പറഞ്ഞ് വിഷ്ണു ഭഗവാൻ അകത്തേക്ക് പ്രവേശിച്ചു. എന്തായാലും വേഷം കെട്ടാൻ കുറച്ച് നേരം എടുക്കുമല്ലോ. സ്ത്രീകൾക്ക് തന്നെ വേഷം കെട്ടാൻ 4-5 മണിക്കൂറാണ്. അങ്ങനെ ഇരിക്കെ പുരുഷന് സ്ത്രീ വേഷം കെട്ടണമെങ്കിൽ ഒരു 10 മിനിറ്റ് എന്തായാലും എടുക്കില്ലേ എന്ന് കരുതി പരമശിവൻ മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി. മനോഹരമായിട്ടുള്ള പൂന്തോട്ടം, ഇളങ്കാറ്റ് അങ്ങനെ വീശുന്നുണ്ട്, പൂക്കളൊക്കെ പൂത്തു നിൽക്കുന്നുണ്ട്. അതിന് സുഗന്ധം പേറിയും കൊണ്ട് മന്ദമാരുതൻ, വണ്ടുകളൊക്കെ മൂളി സഞ്ചരിക്കുന്നു. കുയിലിൻ്റെ ശബ്ദം, ദൂരത്തായിട്ടൊരു പെൺകുട്ടി ധാവണി ഉടുത്ത്
പന്ത് തട്ടി കളിക്കുകയാണ്. അത് കണ്ട് കുറച്ച് നേരം നോക്കി നിന്നു. തൻ്റെ കൂടെയുള്ള പാർവതി ആരും മറന്നുപോയി, കല്യാണം കഴിച്ച കാര്യം മറന്നുപോയി, മക്കളുള്ള കാര്യം മറന്നുപോയി. ഇതാണ് മായ. ആ മോഹിനി രൂപം കണ്ട് കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നു. പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് പന്ത് പോയ സമയത്ത് എടുത്തു കൊടുക്കാനായിട്ട് പരമശിവൻ ഓടിച്ചെന്നു. അടുത്തെത്തി അവളെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് അവിടുന്ന് ഒരു ശബ്ദം, മഹാദേവ. ബാസിലൊരു ശബ്ദം. സ്ത്രീകൾക്ക് എങ്ങനെ ശബ്ദം ഉണ്ടാവും? നോക്കിയ സമയത്ത് ആരാ? അത് വിഷ്ണു ഭഗവാനാ. മഞ്ഞപ്പട്ടെടുത്തും കൊണ്ട് വിഷ്ണു ഭഗവാൻ അവിടെ നിൽക്കുന്നു. അല്ല, ഞാനിവിടെ ഒരു പെൺകുട്ടിയെ കണ്ടല്ലോ. ഞാൻ തന്നെയാണ്. അല്ല, ഞാനിവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു പന്ത് തട്ടി കളിക്കണത്. ഇതാണ് പന്ത്, ഞാനാണ് ആ പെൺകുട്ടി. അല്ല, ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. അല്ല മഹാദേവ, അങ്ങക്ക് അങ്ങനെ അബദ്ധം പറ്റുമോ? അങ്ങ് കെട്ടിപ്പിടിച്ചത് എന്നെ തന്നെയാണ്. ഹാവു, ആശ്വാസമായിരുന്നു. അങ്ങക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിലേക്ക് നോക്കൂ. വിഷ്ണു ഭഗവാന്റെ ശരീരത്തിൽ ഭസ്മക്കുറി, പരമശിവൻ്റെ ശരീരത്തിൽ ഗോപിക്കുറി. കെട്ടിപ്പിടിച്ചത് ആരെയാ? അറിയാണ്ടാണെങ്കിലും കെട്ടിപ്പിടിച്ചത് ഭഗവാനെ തന്നെയല്ലേ. അപ്പോൾ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ ഭജിക്കുന്നുണ്ടെങ്കിൽ അബദ്ധം പറ്റിയാൽ എന്തായി മാറും? അത് വിഷമല്ലാണ്ടായി മാറും. അതാണ് ഭഗവാനെ തന്നെയാവും കെട്ടിപ്പിടിക്കുക. ലോകത്തിൽ പോയി ഭ്രമിക്കേണ്ടി വരില്ല എന്നർത്ഥം. അതുകൊണ്ട് നിത്യം ഭഗവാന്റെ നാമം ജപിക്കുന്ന ആ യോഗീശ്വരനായതുകൊണ്ട് മഹാദേവൻ എന്ത് പറ്റിയില്ല? അറിയാണ്ടാണെങ്കിലും അദ്ദേഹത്തിന് അബദ്ധം പറ്റിയെന്ന് പറയാൻ പറ്റില്ല. കെട്ടിപ്പിടിച്ചത് ആരെ തന്നെയാണ്? ഭഗവാനെ തന്നെയാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി കഴിയുക. അല്ലെങ്കിൽ ചിലപ്പം ഒരു പക്ഷേ ഭഗവാന്റെ മായ നമ്മളെയും പിടിക്കും. പിന്നെ മായ പിടിക്കാത്ത ഒരാൾ പറയാം, മഹാബലി. ദേവാസുര യുദ്ധം നടന്നു. അതിൽ മഹാബലി മരിക്കുകയുണ്ടായിരുന്നു. മരിച്ച മഹാബലി ആര് ജീവിപ്പിച്ചു? നമ്മുടെ ശുക്രാചാര്യർ. ശക്രേണ സംയതിഹതോ ബലിർ മഹാത്മാ ശുക്രേണ ജീവിത തനു ക്രതുവർദ്ധിതോഷ്മാ. എളുപ്പത്തൊരു ഭംഗിയിലാണ് പറയുക. ശക്രൻ കൊന്നു, ശുക്രൻ ജീവിപ്പിച്ചു. ശക്രൻ ആരാ? ശക്രൻ ഇന്ദ്രൻ, ശുക്രൻ ശുക്രാചാര്യർ. ശുക്രാചാര്യർ മൃതസഞ്ജീവനി കൊണ്ട് ആരെ ജീവിപ്പിച്ചു? ഈ ബലിയെ ജീവിപ്പിച്ചു. ആള് കേമന. ആ ബലിയുടെ അടുത്ത് വന്നിട്ടല്ലേ പണ്ട് നമ്മുടെ വാമനമൂർത്തി 3 അടി ചോദിച്ചത്. 3 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞല്ലേ. എന്തിനു ഈ വാമനമൂർത്തി ഈ അസുരൻ്റെ അടുത്ത് പോയി? ദേവൻ്റെ അടുത്ത് പോയാൽ പോരെ? ഇത് നമ്മളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അസുരന്മാരുടെ അടുത്ത് പോയി. അങ്ങനെ പറയരുത്. അസുരൻ എന്താ മോശ? ആരാണ് ഈ ബലി എന്നങ്ങക്ക് അറിയോ? അങ്ങനെയാണ് പരീക്ഷത്തിന് ആ ബലിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ബലി മോശക്കാരനൊന്നുമല്ല കേട്ടോ, പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ്. ആരുടെ? ഭക്തന്മാരെ മുന്നിൽ കൈ നീട്ടാൻ ഭഗവാൻ ഇഷ്ടമാണ്. പ്രഹ്ലാദനെ അനുഗ്രഹിച്ചില്ലേ ഭഗവാൻ നരസിംഹമായിട്ട് വന്നിട്ട്? ആ പ്രഹ്ലാദൻ്റെ മകനാണ് വിരോചനൻ. വിരോചനൻ്റെ മകനാണ് ബലി. അന്ന് ഭഗവാൻ പ്രഹ്ലാദനോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ വംശത്തിൽ ആരഹങ്കരിച്ചാലും അവരാവശ്യപ്പെടുന്നു വേണ്ട, അവരെ ഞാൻ പോയി രക്ഷിക്കും, അവരുടെ അഹങ്കാരം ഞാൻ ഇല്ലാണ്ടിയാക്കും, അവർ പറഞ്ഞില്ലെങ്കിലും. അപ്പോൾ നിന്നോടുള്ള വാത്സല്യം കൊണ്ടാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ലേശ്വര അഹങ്കാരം ആർക്കുണ്ട്? ബലിക്കുണ്ട്. ആ അഹങ്കാരം ഇല്ലാണ്ടിയാക്കാനായിട്ട് ഭഗവാൻ വാമനമൂർത്തിയായിട്ട് ചെന്ന് ആ അഹങ്കാരം ഇല്ലാണ്ടിയാക്കി. ബലിയുടെ അഹങ്കാരം എന്താ ചോദിച്ചാൽ, തൻ്റെ അത്ര ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരാൾ വേറെ ഇല്ല. തന്നെപ്പോലെ ദാനം ചെയ്യാനുള്ളൊരു മനസ്സ് ലോകത്ത് വേറെ ആർക്കുമില്ല. തൻ്റെ അത്ര കൊടുക്കുന്ന ഒരാൾ വേറെ അങ്ങനെ വിചാരിച്ചാൽ പറ്റുമോ? അപ്പോൾ സാത്വികമായ അഹങ്കാരമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തന്നെപ്പോലെ ഉത്സാഹം ഈ നാട്ടിൽ വേറൊരാൾക്കില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അത്ര ശരിയല്ല. അങ്ങനെ പറയരുത്. ഇനി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തൊട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് ചേർക്കണം? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എന്ന് പറയണം. അതുകൊണ്ടാണ് നമുക്കെല്ലാം സാധിക്കുന്നത്. അല്ലാണ്ട് നമ്മളുടെ കേമത്തം കൊണ്ടല്ല. ഈ ഒരു പ്രശ്നം ബലിക്കുണ്ട്, അതില്ലാണ്ടിയാക്കാനാണ് ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വരുന്നത്. എന്തായാലും കഥ പറഞ്ഞു. ബലി യോഗ്യനാണ്. ആ ബലിയെ ജീവിപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കൊണ്ട് കേമായിട്ടൊരു യാഗം നടത്തിച്ചു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഒരിക്കലും അമ്പ് തീരാത്ത ആവനാഴി ലഭിച്ചു. ഗുരുനാഥൻ്റെ അനുഗ്രഹം, സത്യം, ധർമ്മം എല്ലാം ഈ ബലിക്കുണ്ടേ. മുത്തശ്ശൻ്റെ വക ഒരിക്കലും വാടാത്ത ഒരു മാല. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? പ്രത്യേകിച്ച് കയ്യിൽ നോക്കൂ, അമൃതൊന്നുമില്ല അസുരന്മാരുടെ കയ്യിൽ. ദേവന്മാരുടെ കയ്യിൽ അമൃതുണ്ട്. എന്നിട്ടും ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ തോറ്റു. ഇപ്പം 14 ലോകവും ഭരിക്കണതാരാ? ബലി ചക്രവർത്തി. ആരാണ്? ബലി. ലോകം മുഴുവൻ ഭരിക്കുന്നത് ബലിയാണ്. അതിലിപ്പോൾ കേരളം പെട്ടുണ്ടാവുമായിരിക്കും, അത്രയേ ഉള്ളൂ. കേരളം മാത്രമായിട്ട് ഭരിക്കില്ല, ലോകം മുഴുവൻ ഭരിക്കുന്നത് ബലിയാണ്. ഇങ്ങനെയായപ്പം ദേവന്മാരുടെ അമ്മയായിട്ടുള്ള ആ അതിഥിക്ക് വലിയ വിഷമം. ദേവന്മാരൊക്കെ വേഷം മാറി സഞ്ചരിക്കുകയാണ് ബലിയെ പേടിച്ചിട്ട്. അതുകൊണ്ട് തൻ്റെ ഭർത്താവ് അടുത്തേക്ക് വന്നപ്പം ഈ വിഷമം അറിയിച്ചു. മക്കൾക്ക് നല്ല അവസ്ഥ ഉണ്ടാവണ്ടേ. കശ്യപൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, എനിക്കൊന്നേ പറയാനുള്ളൂ, ശ്രദ്ധയാചേശ്വരം ഭജ. ഞാനിങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ കാരണം ഈശ്വരനെ ഭജിച്ചിട്ടാണ്. അതുകൊണ്ട് ആരെന്നോട് എന്ത് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഈശ്വരനെ ആശ്രയിച്ചോളൂ, സമാധാനമായിട്ടിരിക്കാം. അങ്ങനെ ഒരു വ്രതം ഉപദേശിച്ചു കൊടുത്തു. അതാണ് പയോവ്രതം. 12 ദിവസം കൊണ്ട് ഭഗവാനെ ഭജിക്കുക.
ദ്വാദശാക്ഷരി മന്ത്രം, 12 അക്ഷരമുള്ള മന്ത്രം. ആ മന്ത്രം ജപിച്ച് സാളഗ്രാമത്തിന് അഭിഷേകം, പാലുകൊണ്ട് അഭിഷേകം, പാല് നിവേദ്യം, ആ പാല് പ്രസാദമായിട്ട് കഴിച്ച് ഇങ്ങനെ വളരെ നിഷ്ഠയോടുകൂടി ഭഗവാന്റെ നാമം ജപിച്ച് മറ്റ് വിചാരമില്ലാണ്ട് കഴിയുക. അങ്ങനെ ദേവി ഭജിച്ചതിൻ്റെ ഫലമായി 12-ാം ദിവസം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരാ വേണ്ടത് ചോദിച്ചു. മക്കളൊക്കെ ഒന്ന് നേരെയായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പം അമ്മയുടെ മകനായിട്ട് ഞാൻ അവതരിക്കാം, മക്കളുടെ വിഷമൊക്കെ ഞാൻ ഇല്ലാണ്ടിയാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കശ്യപനെ സേവിച്ചതിൻ്റെ ഫലമായിട്ട് ശ്രോണായാം ശ്രവണദ്വാദശ്യാം, ചിങ്ങമാസത്തിൽ തിരുവോണ നക്ഷത്രത്തിൽ കശ്യപൻ്റെയും അതിഥിയുടെയും മകനായിട്ട് ഭഗവാൻ വാമനൻ എന്നുള്ള പേരിൽ അവതരിച്ചു. അതാണ് വാമന ജയന്തി. അതാണ് നമ്മൾ തിരുവോണമായിട്ട് ആചരിക്കാറ്. ശ്രോണം എന്നുള്ളത് പറഞ്ഞ് തിരു ചേർത്ത് തിരുവോണം എന്നായി മാറി. അത് വാമന ജയന്തിയാണ്. പക്ഷെ നമ്മൾ പറയുക മഹാബലി നാട് കാണാൻ വരുന്ന ദിവസം എന്നാണ് പറയുക. അതല്ല, വാസ്തവത്തിൽ ഇതാണ് എന്ത് വാമന ജയന്തി. അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി അല്ലേ, ഇതുപോലെ വാമന ജയന്തിയാണ് എന്ത് തിരുവോണം, ചിങ്ങമാസം തിരുവോണം. തമ്പടും വാമനം ദൃഷ്ടുവ, 7 വയസ്സ് ബാലനായിട്ടാണ് വന്നത്. പക്ഷെ കണ്ടാൽ 3.5 വയസ്സേ തോന്നിക്കുള്ളൂ. അതുകൊണ്ട് വാമനെന്ന് പേര്, കുറച്ച് വലിപ്പം കുറഞ്ഞവൻ എന്നർത്ഥം. ശരിക്കും പറഞ്ഞാൽ അതൊന്നുമല്ല. വാമനെന്ന് പറഞ്ഞാൽ വാമനത്വാത്, അല്ലെങ്കിൽ വാമയതി ശോഷയതി ഇതി വാമന. ഭക്തന്മാർക്കുണ്ടാവുന്ന മതമില്ലാണ്ടിയാക്കാൻ വരുന്നവനാണ് ആര്? വാമനൻ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കുണ്ടാവുന്ന അഹങ്കാരം ഇല്ലാണ്ടിയാക്കാൻ വരുന്നവനാണ് ആര്? വാമനൻ. ബലി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അഭിമാനിക്കുന്നവനാ. അതൊരു അഭിമാനമല്ലേ, അതൊരു പ്രശ്നമല്ലേ? ഞാൻ സപ്താഹം വായിക്കുന്നവനാ എന്നുള്ളത് എന്താ? അതൊരു അഭിമാനമാണെങ്കിൽ അതും പ്രശ്നമാണ്, അതൊരു പ്രശ്നം തന്നെയാണ്. അതുണ്ടെങ്കിൽ ഭഗവാനെ കിട്ടില്ല. അഭിമാനം ഒട്ടും ഉണ്ടാവരുത്. ഇവിടെ ബലിക്കുള്ള അഭിമാനം ഞാൻ വലിയ ദാനശീലനാ എന്നുള്ള അഭിമാനമുള്ളത് കൊണ്ട് അതില്ലാണ്ടിയാക്കാൻ വരുന്നതാണ്. അതാണ് വാമനെന്ന് പേര്. വാമനമൂർത്തി ഭഗവാന്റെ അവതാരമാണെന്ന് മനസ്സിലാക്കി. ഇനിയിപ്പോൾ 7 വയസ്സ് ബാലൻ എന്താ വേണ്ടത്? ഉപനയനം കഴിക്കുക വേണ്ടത്. അങ്ങനെ ഉപനയനമൊക്കെ കഴിച്ചു. ഭിക്ഷാപാത്രം കൊടുത്തു. ആര്? കുബേരൻ. ഭിക്ഷ യാചിക്കണം. നേരെ അമ്മയുടെ നേരെയാണ് നീട്ടേണ്ടത്, പക്ഷേ അതിഥിയുടെ നേരെയല്ല. അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. അന്നപൂർണേശ്വരിയുടെ നേരെ ആ പാത്രം നീട്ടി അമ്മ ഭിക്ഷ കൊടുത്തു. ഇനി എന്ത് വേണം? ഇനി ഒരു ഭാഗത്തിൽ നിന്ന് ജപിക്കണമെങ്കിൽ 3 അടി മണ്ണ് വേണ്ടേ? സ്ഥലമൊന്നുമില്ലല്ലോ. സ്വന്തമായിട്ടൊന്നും ബ്രഹ്മചാരിക്ക് സന്യാസിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ആരോടെങ്കിലും ചോദിക്കണം. ചമത ഹോമിക്കെന്ന് പറഞ്ഞ ഏർപ്പാടുണ്ട്. അതിപ്പോൾ ഇനി രാവിലെയും വൈകുന്നേരം വേണം. അതിന് ഹോമകുണ്ടം കൂട്ടണമെങ്കിൽ കുറച്ച് സ്ഥലം വേണ്ടേ? ഒരു 3 അടി മണ്ണെങ്കിലും വേണ്ടേ? അപ്പോൾ അതാരോടാ ചോദിക്കുക? അവിടെയുള്ള സജ്ജനങ്ങൾ പറഞ്ഞു, ഇവിടെ അടുത്ത് തം നർമ്മദായാസ്തട ഉത്തരേ ബലേഹ യഋത്വിജസ്തേ ഭൃഗുകച്ഛസപ്ഞകേ. ഇവിടെ അടുത്ത് നർമ്മദയുടെ തീരത്ത് ബലി എന്ന പേരായിട്ടൊരു രാജാവ് യാഗം ചെയ്യുന്നുണ്ട്. എവിടെയാണ്? നർമ്മദയുടെ തീരത്ത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം കേരളമായിട്ട് ബന്ധമില്ല. ചാലിയാറിൻ്റെ തീരത്തോ ഭാരതപ്പുഴയുടെ തീരത്തോ പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഇത് കഥ നടക്കുന്നത് കേരളത്തിലാണ്. ഇതല്ല. ഭൃഗുകച്ഛസപ്ഞകേ എടുത്തു പറഞ്ഞു സ്ഥലം ബഹ്റൂച്ച്. ഭൃഗുകച്ഛം എന്ന സ്ഥലത്ത് ബലി എന്ന ചക്രവർത്തി യാഗം നടത്തുന്നുണ്ട്. അദ്ദേഹം സാത്വികനാണ്, ധാർമ്മികമായിട്ട് മാത്രം സമ്പാദിക്കുന്നവനാ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ദാനം ചോദിക്കാം. ശരി. ഓലക്കുട ചൂടി കരിക്കുറി തൊട്ട് ആ വാമനമൂർത്തി മെല്ലെ മെല്ലെ ആ ഭൃഗുകച്ഛത്തിലേക്ക് നർമ്മദയുടെ തീരത്തേക്ക് നടക്കുകയാണ്. യാഗശാലയിൽ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ബലിചക്രവർത്തി ദൂരത്തായിട്ട് വാമനമൂർത്തിയെ കണ്ട സമയത്ത് അങ്ങോട്ട് എഴുന്നേറ്റു. യാഗം മുഴുവനായിട്ടില്ല. അതിൻ്റെ മുന്നേ എഴുന്നേൽക്കണം വെച്ചാൽ മുഴുവനായി തോന്നുകയാണ്. കാരണം വരുന്നതാരാ? യജ്ഞഭൃത് യജ്ഞകൃത് യജ്ഞീ യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യം അന്നമന്നാദ ഏവച. സാക്ഷാൽ യജ്ഞസ്വരൂപനല്ലേ തൻ്റെ ഗൃഹത്തിലേക്ക് എഴുന്നള്ളി വരുന്നത്. അവിടെയുള്ള വൈദികം പറഞ്ഞു പൂർണ്ണമായിട്ടില്ല കേട്ടോ, എണീക്കാറായിട്ടില്ല പറഞ്ഞു. അദ്ദേഹം എണീറ്റു. അദ്ദേഹത്തിന് ആളെ മനസ്സിലായിട്ടൊന്നുമില്ല, പക്ഷേ ഹൃദയത്തിന് ആളെ പിടികിട്ടി. സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് വരുന്നത്. അദ്ദേഹം എണീറ്റു, ഓടിച്ചെന്നു, ആ ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. സ്വർണ്ണക്കിണ്ടി കൊണ്ട് കാല് കഴുകി ആ വെള്ളം ശിരസിൽ തളിച്ചു. ബലി അറിഞ്ഞില്ല എന്ത്? ആ പരമശിവന് പോലും കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് കിട്ടണുള്ളൂ? ഈ പാദതീർത്ഥം കിട്ടണുള്ളൂ. വിഷ്ണു ഭഗവാന്റെ പാദതീർത്ഥമായ ഗംഗയാണ് താൻ ശിരസിൽ തളിച്ചത് എന്ന് ബലി അറിഞ്ഞിട്ടില്ല. പരമശിവന് പോലും 2ാമതാണ് കിട്ടിയത്. അതിന് മുന്നേ ആർക്ക് കിട്ടി? ബലിക്ക് കിട്ടിയില്ലേ? ഭാഗ്യവാനല്ലേ എന്ന് ശ്രീശുവർ കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി സിംഹാസനത്തിലിരുത്തി. ഇരിക്കാമെന്ന് പറഞ്ഞ ചെറിയ കുഞ്ഞല്ലേ, താൻ എടുത്തവിടെ വെച്ചു. ആ സിംഹാസനം കൊണ്ടുവച്ചു. തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു. സ്വാഗതം തേ നമസ്തുഭ്യം. എന്തൊരു മര്യാദയാണ്! അതാണ് സംസ്കാരം.
എങ്ങനെ ഇല്ലാണ്ടിരിക്കുക? ആരാ മുത്തശ്ശൻ? പ്രഹ്ലാദനല്ലേ? കഥ പറഞ്ഞു കൊടുത്ത് വളർത്തിയതല്ലേ? ഈശ്വര കഥകൾ കേട്ട് 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 വളർന്ന ആ ബലി നല്ല ഭക്തനാണ്. പിന്നെ ദുർജനങ്ങളുടെ കൂടെയാണ് കൂട്ടുന്നുള്ളത് കൊണ്ട് കുറച്ചൊരു കളങ്കം വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അത് തീർത്തു കൊടുക്കാൻ ആര് വന്നു? ഭഗവാൻ വന്നു. അതാണ് വാമനാവതാരം. സ്വാഗതം തേ, വെൽക്കം ടു യു, നമസ്തുഭ്യം, അങ്ങേക്ക് നമസ്കാരം. ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണ, കിം കരവാമ തേ, അങ്ങേക്ക് ഞാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? അങ്ങയെ കാണുന്ന സമയത്ത് എൻ്റെ ദുഃഖങ്ങളൊക്കെ തീർന്നിട്ടോ? എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അങ്ങയെ കാണുമ്പോൾ. എന്താ ഇങ്ങനെ വരുന്നതാവോ? ഇതുവരെ ആരും കണ്ടിട്ട് എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ എന്തോ ഒരു തെളിച്ചുണ്ട്, ഉള്ളിലെന്തോ സൂചന ഉണ്ട്. അങ്ങയെ കാണുന്ന സമയത്ത് എനിക്കെന്താ തോന്നുന്നറിയോ? ഞാൻ പറയട്ടെ. ബ്രഹ്മർഷീണാം തപസ്സാക്ഷാത് മന്യേ ത്വാര്യവബുദ്ധരം. ഇവിടെയുള്ള മഹർഷിമാരുടെ ചൈതന്യം മുഴുവൻ അങ്ങോട്ട് ഉരുണ്ടുകൂടി രൂപം ധരിച്ച് വരികയാണോ? എന്തൊരു ചൈതന്യമാണ് അങ്ങേക്ക്. അദ്യനപ്പിതരസ്തൃപ്താഹ അദ്യനപ്പാവിതം കുലം. ഇന്നെൻ്റെ പിതൃക്കൾ സന്തോഷിക്കേണ്ടാവട്ടോ. കാരണം എന്താ? അങ്ങൻ്റെ ഗൃഹത്തിലേക്ക് എഴുന്നള്ളിയില്ലേ? അദ്യന പാവിതം കുലം. ഈ അസുരകുലം പവിത്രമായി. ഇതിന് മാത്രമുള്ള പുണ്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്ങൻ്റെ ഗൃഹത്തിലേക്ക് വന്നില്ലേ? അദ്യ സ്വിഷ്ടക്രതുരയം. ഈ യാഗം പൂർണ്ണമായില്ല എന്നാണ് വാദ്യാർ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നണത് പൂർണ്ണമായി. ഇനിയിപ്പോൾ എന്താ വേണ്ടു? യത് ഭവാൻ ആഗതോ ഗൃഹാൻ. അങ്ങൻ്റെ ഗൃഹത്തിലേക്ക് എഴുന്നള്ളിയില്ലേ? കൃതാർത്ഥനായി ഞാൻ. ഇനി എനിക്കൊന്നും നേടാനില്ല. ഇത് ഹൃദയത്തിൽ നിന്ന് പറയാം. എന്താണ്? ഇനി മനസ്സ് പൊന്തി. ഇപ്പം മനസ്സിൽ ലേശം കളങ്ങുണ്ട്. ഇപ്പം പറഞ്ഞതൊക്കെ ആരുടെ സ്വഭാവമാണ്? ഇതിപ്പോൾ മുത്തശ്ശൻ്റെ സ്വഭാവമാണ്. ആരുടെ? പ്രഹ്ലാദൻ്റെ സ്വഭാവം. അതേപോലെ കുറച്ചാർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പേരക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പം മുത്തശ്ശൻ്റെ സ്വഭാവം മാത്രമായിക്കോളുന്നില്ല. ചിലപ്പോൾ മുത്തശ്ശൻ്റെ അച്ഛൻ്റെ സ്വഭാവവും ഇല്ലേ? അതുകൊണ്ടാവാം. പ്രഹ്ലാദൻ്റെ സ്വഭാവം ബലിക്ക് കിട്ടിയെന്ന് മാത്രമല്ല, പ്രഹ്ലാദൻ്റെ അച്ഛൻ ആരാ? ഹിരണ്യകശിപു. അയാളുടെ സ്വഭാവം കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതാണ് അടുത്ത ശ്ലോകം. അല്ലയോ ബ്രാഹ്മണ, ഇതുവരെ കൊരിഞ്ഞു നിന്ന ബലിപ്പോൾ എണീറ്റു. തല ഉയർത്തി ചുറ്റും നോക്കുകയാണ്. എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് നോക്കുക. എണ്ണം പിടിക്കുകയാണ്. 10,000 പേരുണ്ട്. അവരൊക്കെ ഒന്ന് കേൾക്കട്ടെ. ബ്രാഹ്മണൻ കേൾക്കാനല്ല, ബ്രഹ്മചാരി കേൾക്കാനല്ല. യദ്യദ്വടോവാഞ്ഛസി തത് പ്രതീച്ഛമേ. എന്തെന്ത് വേണോ മടിക്കാണ്ട ചോദിക്കാം. എന്തും തരാനുള്ള ശേഷി ഈ ബലിക്കുണ്ട്. കുറച്ചുകൂടി പോയില്ലേ? ആരോടാ പറയണത്? ഇതൊക്കെ ഭഗവാന്റെയാണ്. ഭഗവാനോട് പറയണത് എന്ത് വേണേ ചോദിച്ചോളൂ. ഭഗവാന്റെയാണ് ഇതെല്ലാം. മറന്നുപോയി. അത് ഓർക്കണില്ല. ഭഗവാനെന്ന് അറിഞ്ഞില്ല, അറിയണമെന്നില്ല. ആരോടായാലും ഇങ്ങനെ പറയരുത്. യദ്യദ്വടോവാഞ്ഛസി തത് പ്രതീച്ഛമേ. എന്ത് വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കാണ്ട് എന്തും തരാനുള്ള ശേഷി ഈ ബലിക്കുണ്ട്. ഗാം, പശുക്കൾ വേണോ? കാഞ്ചനം, കുറച്ച് സ്വർണ്ണമാല ഇങ്ങോട്ട് തരട്ടെ. ആർക്ക്? ബ്രഹ്മചാരിക്ക് എന്തിനാ സ്വർണ്ണമാല? ബ്രഹ്മചാരി അങ്ങനെ അലങ്കാരമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ആർക്ക് നിശ്ചയുണ്ട്? ബലിക്കറിയണ്ട. ബലി വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെ വിചാരിക്കേണ്ട. വിദ്വാനാണ്, ശാസ്ത്രമൊക്കെ പഠിച്ച ആളാണ്, ഒന്നും അറിയാത്ത ആളല്ല. ബ്രഹ്മചാരിക്കും സന്യാസിക്കും സമ്പാദിക്കാൻ വകുപ്പില്ല എന്ന് ആർക്കറിയാം? ബലിക്കറിയാം. അവരൊന്നും കൊണ്ടു നടക്കാറില്ല. അത്യാവശ്യം തൽക്കാലം ഇപ്പം വേണ്ടത് മാത്രം സ്വീകരിക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ടും എന്തിനാ അങ്ങനെ ചോദിച്ചത്? ഗാം, പശുക്കളെ വേണോ? ഗാം കാഞ്ചനം, സ്വർണം വേണോ? അതല്ലെങ്കിൽ ഗ്രാമാൻ, കുറച്ച് ഗ്രാമങ്ങൾ തരട്ടെ ഞാൻ. തുരകാൻ, കുതിരകൾ തരട്ടെ. ആർക്ക്? കുതിരകൾ. എന്തിനാ? ഗജാൻ, അല്ലെങ്കിൽ ഞാൻ ആനകളെ തന്നാലോ? ആർക്ക്? നമുക്ക് ആനയെ തന്നാൽ അങ്ങനെ ഉണ്ടാവും. ഒരു ആനയെ നോക്കാൻ 20,000 റുപ്യ ദിവസം വേണം. ഒരു ആനയെ തിരുമേനിക്കത് ആനയെ എന്തിനത്? ആനയെ കിട്ടിയിട്ട് കാര്യം? ആവശ്യമുള്ളതല്ലേ തരേണ്ടത് അല്ലേ? ഗജാൻ, രഥാൻ, രഥങ്ങൾ തരട്ടെ. ഞാനൊരു 1000 രഥങ്ങൾ തരട്ടെ. ആർക്ക്? ബ്രഹ്മചാരിക്ക്. ഇതൊക്കെ എവിടെയാണ് വെക്കുക? സ്ഥലമുണ്ടോ? തന്നിരിക്കാൻ ഒന്നും സ്വന്തമായിട്ടില്ല. ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ? ഇനി അതല്ലെങ്കിലോ? രഥാൻ തഥാർഹത്തമാ സമ്പ്രതീച്ഛ. ഒരു 1000 രഥങ്ങൾ വേണമെങ്കിൽ തരാം. ഒരു 10,000 ആനകളെ തരാം, കുതിരകളെ തരാം, ഗ്രാമങ്ങൾ തരാം. എന്താ ചാങ്ക ചോദിക്കൂ, എന്തും ഞാൻ തരൂ. ഈ ബലി പറയണം. നല്ലോണം നോക്കി ഭഗവാൻ. എന്തിനപ്പം ബലി ഇത്രയൊക്കെ പറഞ്ഞത്? ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾ അറിയട്ടെ തൻ്റെ കേമത്വം. തൻ്റെ കേമത്വം ജനങ്ങളൊന്ന് അറിയിക്കണം എന്നുള്ള വിചാരം കൊണ്ട് അങ്ങനെ പറഞ്ഞത്. അത് അത്ര വലിയ കുറ്റാണോ? അത്ര വലിയ കുറ്റാണോ വെച്ചാൽ നമ്മളത്രയൊന്നുമില്ല ബലിക്ക്. എന്താണ്?
എന്നാലും ഭക്തന്മാർക്ക് ചേർന്നതല്ലത്. അതുകൊണ്ട് അതില്ലാണ്ടിയാക്കണം. തൻ്റെ ഭക്തനായ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിക്ക് ഇത്ര അഹങ്കാരം പാടില്ല എന്നാരും ഉറപ്പിച്ചു? ഭഗവാൻ ഉറപ്പിച്ചു. ആ ബലിയുടെ അഹങ്കാരം നല്ലോണം അങ്ങോട്ട് കൂട്ടാൻ വേണ്ടി ഭഗവാൻ അങ്ങോട്ട് പുകഴ്ത്തി ആദ്യം. അല്ലയോ ബലേ, വചസ്തവൈതജ്ജനതേ വസൂനൃതം കുലോചിതം ധർമ്മയുതം യശസ്കരം യസ്യ പ്രമാണം ഭൃഗവസ്സാംബരായേ പിതാമഹ കുലവൃദ്ധ പ്രശാന്ത. അല്ലയോ ബലേ, അങ്ങയുടെ വർത്തമാനം എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ. അങ്ങയുടെ പേര് പോലെ തന്നെ അങ്ങയുടെ വർത്തമാനം ബലേഭേഷ്. എന്താ അങ്ങയുടെ വർത്തമാനം? ഈ നാട്ടിൽ കുറേ ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് തരാനൊന്നും അങ്ങനെ തോന്നാറില്ല. പക്ഷെ അങ്ങേക്ക് ഉണ്ടെന്ന് മാത്രമല്ല, തരാനുള്ള മനസ്സുണ്ട്. സംഭവിച്ചു. അല്ല, അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങയുടെ അച്ഛനാരാ? വിരോചനനല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. വിരോചനൻ്റെ അച്ഛൻ പ്രഹ്ലാദൻ ഞാൻ കേട്ടിട്ടുണ്ട്, കേൾക്കൊന്നുമല്ല. ഇന്നലെ പോയി അനുഗ്രഹിച്ചില്ലേ നരസിംഹമായിട്ട്. ആ പ്രഹ്ലാദൻ്റെ അച്ഛൻ ഹിരണ്യകശിപു, അദ്ദേഹത്തെ പേടിച്ച് വിഷ്ണു ഭഗവാൻ പണ്ട് സ്ഥലം വിട്ടു എന്നൊക്കെയുള്ള കഥ. ആ വിഷ്ണു ഭഗവാനാണ് ഇപ്പോൾ വാമനായിട്ട് വന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അവർക്കൊക്കെ ചേർന്ന ആളെന്നെ അങ്ങ് ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ അങ്ങേക്ക് കുറേ തരാനുള്ള കഴിവുണ്ടെന്നുള്ളതൊക്കെ നിശ്ചയുണ്ട്. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, എനിക്കധികം വേണമെന്നില്ല. കാരണം വലിയ ആഗ്രഹമില്ല. ഇപ്പോഴത്തെ അവസ്ഥ പറയാം. ഇനിയിപ്പോൾ ഭാവിയിൽ എന്താ ഇഷ്ടമില്ല. ഇപ്പോൾ ഇതുവരെ അങ്ങനെ വലിയ ആർത്തി തുടങ്ങിയിട്ടില്ല. നാളത്തെ കഥ അറിയില്ലല്ലോ. ഇപ്പം എനിക്ക് എന്തേ വേണ്ടു വെച്ചാൽ പദാനി ത്രീണി ദൈത്യേന്ദ്ര. എന്ത് മതി? പദാനി ത്രീണി, 3 അടി മണ്ണ് മതി. അതും ഞാൻ സംവിധാനി പദമമ, ഞാൻ അളന്നോളാം എൻ്റെ കാലുകൊണ്ട്. എന്തിനാ അത് പറഞ്ഞത്? എന്തിനാ അത് പറഞ്ഞത് ചോദിച്ചാൽ, കുറച്ച് കഴിഞ്ഞാൽ ത്രിവിക്രമനായിട്ട് ഭഗവാൻ അളക്കാൻ പോകുമ്പം ബലി പറയും 3 അടി മണ്ണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരുടെ കാലം കൊണ്ട് അളക്കുക പറഞ്ഞിട്ടില്ലേ? ഞാൻ അളന്നു തന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ കൊടുക്കും. അതുകൊണ്ട് ഇപ്പോഴേ ക്ലോസ് വെച്ചിട്ടുണ്ട്. സംവിധാനി പദമമ, ഞാൻ അളക്കും. അപ്പോഴും ബലി വിചാരിച്ചു ഈ കുഞ്ഞിക്കാലം കൊണ്ട് 3 അടി. ബലിക്ക് തോന്നുകയാണ് തന്നെ അവഹേളിക്കുകയാണോ ആര്? ഈ ബ്രാഹ്മണൻ. എന്തും തരാൻ ശേഷിയുള്ള ബലിയുടെ അടുത്ത് വന്നിട്ട് 3 അടി മണ്ണ് ചോദിക്കുക പറഞ്ഞാൽ ബലിക്കിഷ്ടായില്ല. ബലി അങ്ങോട്ട് പരിഹസിച്ചു. അഹോ ബ്രാഹ്മണദായാത വാചസ്തേ വൃദ്ധസമ്മത ത്വം ബാലോ ബാലിശമതി സ്വാർത്ഥം പ്രത്യബുധോ യഥാ. അഹോ ബ്രാഹ്മണദായാത, അയ്യയ്യയ്യേ ബ്രാഹ്മണക്കുട്ടി, നിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ സത്യം പറയാലോ ഞാൻ കരുതി നല്ല വിവരമുണ്ടെന്ന്. എനിക്ക് പ്രായം അധികമില്ലെന്ന് എനിക്കറിയാം. 7 വയസ്സ് പ്രായമുള്ളൂ. കണ്ട ഒരു 3.5 തോന്നിക്കണുള്ളൂ. അപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ അച്ഛനെ അറിയാം, മുത്തച്ഛനെ അറിയാമെന്നും എൻ്റെ ആ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ വൃദ്ധന്മാരെ പോലെ തോന്നി. പക്ഷേ ഇപ്പം നീ വർത്തമാനം പറഞ്ഞപ്പോഴേക്ക് മനസ്സിലായി. എന്ത്? നിനക്ക് പ്രായം കുറവാണ്, ഉയരം കുറവാണ്, വിവരവും കുറവാണ്. അതല്ലെങ്കിൽ ഇത്രയും കേമനായിട്ടുള്ള ബലിയുടെ അടുത്ത് വന്നിട്ട് 3 അടി മണ്ണ് ചോദിക്കുന്ന നീ വിഡ്ഢിയായിട്ടു. തൻ്റെ കാര്യം തന്നെ നേരാവണ്ണം നോക്കാൻ പറ്റാത്ത താൻ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കുക? എനിക്കിപ്പോൾ തന്നെ പരിഭ്രമമുണ്ട് തൻ്റെ കാര്യം ആലോചിച്ചിട്ട്. ഇത്ര ശുദ്ധനായ പറ്റില്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കുറച്ചൊരു കാപട്യം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. സ്വാർത്ഥം പ്രത്യബുധോ യഥാ. ഇങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും നിന്നെ പറ്റിക്കൂട്ടോ. നമ്മൾ നനഞ്ഞിടം കുഴിക്കണം. എന്താണ്? അതല്ലേ വേണ്ടത്. ഇത്രയും കേമനായിട്ടുള്ള ബലിയെ കാണുമ്പം ധാരാളമായിട്ട് ചോദിക്കണ്ടേ? 3 അടി മണ്ണേ നിനക്ക് ഇപ്പം വേണ്ടൂ. അത് നിനക്കിപ്പോൾ 7 വയസ്സായിട്ടുള്ളൂ. ഇപ്പം കാശിൻ്റെ വില നിനക്കറിയില്ല. കുറച്ച് കഴിയട്ടെ. കല്യാണം കഴിച്ച് 2-3 കുട്ടികളൊക്കെ ആകുമ്പോഴാണ്, 10-35 വയസ്സാകുമ്പോഴാണ് നീ ആലോചിക്കുന്നത്. അന്ന് 7-ാം വയസ്സിൽ ബലിയെ കണ്ട ആളാണ് ഞാൻ. അന്ന് അദ്ദേഹം ചോദിച്ചതാ എന്ത്, എത്ര വേണമെന്ന്. കഷ്ടം, ഞാൻ 3 അടി മണ്ണാ ചോദിച്ചത്. എൻ്റെ അത്ര വിഡ്ഢി ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് നീ അന്ന് ആലോചിക്കും. അതുകൊണ്ട് നീ നല്ലോണം ആലോചിച്ചിട്ട് ധാരാളം ചോദിക്കുക. ഇപ്പം ചോദിച്ച കാര്യം ഞാൻ കണക്കിലെടുക്കണില്ല. നീ നിൻ്റെ ബന്ധുക്കളോടൊക്കെ ഒന്ന് കൂടി ആലോചിക്കൂ. ആരാണ് ബലി എന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കൂ. നീ വിചാരിക്കുന്നുണ്ടാവും സാധാരണക്കാരൻ അല്ലേ? ബലിയുടെ വേഷമൊക്കെ കാണുമ്പോഴേ അവിടെ വൽക്കലൊടുത്തിരിക്കുകയാണേ. എൻ്റെ കേമത്തൊന്നും എനിക്കറിയില്ല, ഞാൻ ആരാന്ന് ഇഷ്ടമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ ഒന്ന് ചോദിക്കുക. ഞാൻ ഇന്ന് പരിചയപ്പെട്ടു ബലി എന്ന് പേരായിട്ടൊരു രാജാവ്. അയാൾ ചോദിച്ചു എന്ത് വേണമെങ്കിൽ തരാമെന്ന്. ഞാൻ എത്രയാണ് ചോദിക്കണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു തരും. അതുകൊണ്ട് തൽക്കാലം നീ അവരോട് ചോദിച്ചു വാ. എനിക്കെന്താ നിർബന്ധം വെച്ചാൽ, നിനക്കപ്പോൾ 3 അടി തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ അതെനിക്ക് കുറവാണ്. മാം വചോഭിസമാരാധ്യ ലോകാനാം ഏകമീശ്വരം. ഈ ലോകത്തിൻ്റെ ഏകനായ ഈശ്വരനായ എന്നോട്, ആരോടാ പറഞ്ഞത്? ഈ ലോകത്തിൻ്റെ ഏകനായ ഈശ്വരനായ എന്നോട്. ആരാ ലോകത്തിൻ്റെ ഈശ്വരൻ?
വാമനമൂർത്തിയാണ്. ആ വാമനമൂർത്തിയോട് പറയുകയാണ്, ലോകത്തിലെ ഏകനായ ഈശ്വരനായ എന്നോട് 3 അടി ചോദിക്കുന്ന നീ വിഡ്ഢിയാണ്. ഞാനാണ് ലോകത്തിൻ്റെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ അടിമുടി ഒന്ന് നോക്കി, പിന്നെ ഞാനാരടോ, താനാണ് ഈ ലോകത്തിൻ്റെ ഈശ്വരനെങ്കിൽ. ഇതാണ് ബലിയുടെ കുഴപ്പം. നമുക്കൊക്കെ ഉണ്ട് ഈ കുഴപ്പം. എപ്പോഴെങ്കിലുമൊക്കെ തല പൊന്തിക്കും, നമ്മുടെ ഉള്ളിലുള്ള അഹന്ത ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരും, അറിയാണ്ട് അങ്ങോട്ട് വരും. അത് ഇല്ലാണ്ടിയാക്കുന്നവനാണ് ആര്? വാമനൻ. ലോകാനാമേകമീശ്വരം പദത്രയം വൃണീതേയോ അബുദ്ധിമാൻ ദ്വീപദാശുഷം. ഞാനൊരു ദ്വീപ് തരട്ടെ, 3 അടിക്ക് പകരം ഞാനൊരു ദ്വീപ് തരട്ടെ. എന്താണ് ആ ബലിയുടെ മഹത്വം ആലോചിക്കൂ. സംഗതി എന്തോ ആവട്ടെ, ഈശ്വരനാന്ന് അറിഞ്ഞില്ല എന്ന് കൂട്ടുക. അങ്ങനെ അച്ഛൻ നോക്കുക, അദ്ദേഹം പറഞ്ഞത് എന്താ? നമ്മളച്ഛൻ 3 അടി കൊടുത്ത് ഒഴിവാക്കല്ലേ ചെയ്യുക, അല്ലേ? കയ്യിലുണ്ടെങ്കിലും ബലി പറയുകയാണ്, ഒരു ദ്വീപിലും കുറഞ്ഞത് തരാൻ എനിക്ക് പറ്റില്ല. കാരണം അതെനിക്ക് എന്നെ ബാധിക്കും, എൻ്റെ അന്തസ്സിന് കോട്ടം സംഭവിക്കും. എനിക്കൊരു നിർബന്ധമുണ്ട്, തനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ലെങ്കിൽ എനിക്ക് നിർബന്ധമുണ്ട്. എൻ്റെ മുന്നിൽ കൈ നീട്ടിയ ആളിന് മേലാൽ കൈ നീട്ടാൻ പാടില്ല. എന്താണ് അത്? ബലിക്ക് നിർബന്ധം. തൻ്റെ മുന്നിൽ കൈ നീട്ടിയ ആളിന് മേലാൽ. താൻ ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും വീട്ടിൽ പോയി കൈ നീട്ടും, നാളെയോ മറ്റന്നാളോ. അപ്പോൾ അവർ ചോദിക്കും, ഇതിൻ്റെ മുമ്പ് ആരെടുത്താ കൈ നീട്ടിയത്? ബലി. ആ പിശുക്കൻ, ഒന്നൊന്നുണ്ടാവില്ലല്ലേ എന്ന് അവർ പറഞ്ഞാൽ, മാം വചോഭിസ്സമാരാധ്യമേക ലോകാനാമേകമീശ്വരം പദത്രയം വൃണീതേയോ അബുദ്ധിമാൻ ദ്വീപദാശുഷം ന പുമാൻ മാമുപവ്രജ്യ. എൻ്റെ അടുത്ത് വന്നാൽ പിന്നെ, എൻ്റെ മുന്നിൽ കൈ നീട്ടിയാൽ പിന്നെ ഭൂയോ യാചിതുമർഹതി, പിന്നെ അയാൾക്ക് കൈ നീട്ടേണ്ട അവസ്ഥ ഉണ്ടാവരുത്. എൻ്റെ മുന്നിൽ കൈ നീട്ടിയ ആൾക്ക് പിന്നെ കൈ നീട്ടേണ്ട അവസ്ഥ ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആര് കൊടുക്കും? അത്രയ്ക്ക് ബലി കൊടുക്കും. അതുകൊണ്ട് ഇനി മേലാൽ കൈ നീട്ടരുത്. ഭഗവാൻ പറഞ്ഞു, അതില്ല എന്തായാലും, ഇനി മേലാൽ ഞാൻ കൈ നീട്ടില്ല, ഇത് അവസാനത്തെയാണ്. അതുകൊണ്ടാണ് കൃഷ്ണാവതാര സമയത്ത് എന്ത് ചെയ്യില്ല, ഗോവസ്ത്രീകൾ പറഞ്ഞു, എന്തിനാ കൃഷ്ണ കക്കണത്, നീ ഒന്ന് കൈ നീട്ടേ ഞങ്ങൾ വെണ്ണ തരില്ലേ? ഭഗവാൻ പറഞ്ഞു, അത് പറ്റില്ല, ഞാൻ ബലിയോട് പറഞ്ഞിട്ടുണ്ടെന്ന്, ഇനി മേലാൽ മമ ഖലു ബലിഗേഹേ യാചനം ജാതമാസ്താമിഹതു പുനരബലാനാം അഗ്രതോ നൈവ കുർവേ. ആ ബലിയുടെ മുന്നിൽ യാചിച്ചാളാ ഞാൻ. അന്ന് ബലി പറഞ്ഞിട്ടുണ്ട്, ഇനി മേലാൽ ആരുടെ മുന്നിൽ യാചിക്കരുത്, എനിക്ക് കുറവാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഞാൻ ഈ ഇടയപ്പെണ്ണുങ്ങളുടെ മുന്നിൽ പോയി കൈ നീട്ടി എന്നെങ്ങാനും ആ ബലി അറിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കും. ഞാൻ യാചിക്കില്ല, അതുകൊണ്ടാ കക്കണത് എന്നാണ്. നപുമാൻ മാമുപവ്രജ്യ ഭൂയോ യാചിതുമർഹതി തസ്മാത്. അതുകൊണ്ട് വൃത്തികരീം ഭൂമിം, എത്ര വേണോ മടിക്കാണ്ട ചോദിക്കാം, തരാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. 14 ലോകം എൻ്റെ കയ്യിലാണ്, പകുതി തനിക്ക് തരാം. 7 ലോകം ഒക്കെ വലിയ കഴിവ് തന്നെ കേട്ടോ. ലൗകികമായിട്ട് ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ നോക്കും, ഉത്തരം ഉണ്ടെങ്കിലും കൊടുക്കാനുള്ളൊരു മനസ്സ് നോക്കും. എത്ര വേണമെങ്കിലും തരാം, ആ കൊടുത്തിട്ട് മതിയാവണില്ല. ഇങ്ങനൊരു സ്വഭാവം. അതിൽ അഹന്ത ഉണ്ടെന്നേ ഉള്ളൂ. എന്ത് തൻ്റെ അത്ര കൊടുക്കുന്നവൻ വേറെ അല്ല, ആളൊരു അഹന്ത ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് ബലിയെ നമ്മൾ കൊച്ചാക്കി കാണരുത്. ഏതായാലും ബലി ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ബലിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ്. കൊടുക്കാൻ പറ്റുമോ? 3 അടി തരാൻ പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? സാധിച്ചില്ല. സാധിച്ചു. എങ്ങനെ സാധിച്ചു? ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ബലിക്ക് കൊടുക്കാൻ പറ്റുന്നത്, എൻ്റെ ബലിയുടെ കേമത്തം കൊണ്ടല്ല. അതാണ് ഇപ്പോൾ ഈ കഥ കാണിച്ചിരുന്നത്. ഇത്രയും പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു, അല്ലയോ ബലേ, ഇനി പറയണതാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമുക്കുള്ള പാഠം. ഞാൻ മനസ്സിലാക്കണത് എന്താ വെച്ചാൽ, അങ്ങ് പറഞ്ഞല്ലോ അങ്ങ് കുറേ തരാൻ ശേഷിയുണ്ടെന്ന്. പക്ഷെ എനിക്ക് ആഗ്രഹങ്ങൾ കുറവാണ്. ചിലപ്പോൾ എൻ്റെ കുറ്റമായിരിക്കാം, പക്ഷേ എന്തു ചെയ്യാം, എനിക്ക് ആവശ്യമില്ല. എനിക്ക് കുറേ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭാരമാണ്. എനിക്ക് ആകെ 3 അടി മണ്ടേ വേണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത്, യാദൃച്ഛികമായി കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. തൃപ്തി എന്ന് പറഞ്ഞാൽ പുറത്തല്ലല്ലോ, അകത്തല്ലേ. എത്ര പേർക്ക് അത് അറിയാൻ നിശ്ചയില്ല. അധിക പേരും പുറത്തെന്നാണ് വിചാരിക്കണത്. അത് കിട്ടിയാൽ തൃപ്തിയാവും, ഇത് കിട്ടിയത് ഇതുവരെ തൃപ്തിയായിട്ടുമില്ല. എപ്പോഴും ചുണ്ടിങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, കയ്യിൽ കുറേ ഉണ്ട്, എന്നാലും എന്താ ഒരു സന്തോഷമില്ലാത്ത ചോദിച്ചാൽ ഇല്ല. ത്രിഭിക്രമൈര സന്തുഷ്ട, 3 അടി കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കാത്തവന് 3 ലോകം കിട്ടിയാലും ഇത്രയേ ഉള്ളൂ എന്നാ ചോദിക്കുക. എന്താണ് ഇത്രയേ ഉള്ളൂ? എത്ര ശമ്പളം? 2 ലക്ഷം റുപ്യ, ഇത്രയേ ഉള്ളൂ? ചില അങ്ങനെ പറയാറുണ്ട്, എനിക്ക് 2 ലക്ഷം, ഭാര്യയ്ക്ക് പിന്നെ 3.5 ലക്ഷം, പിന്നെ വലിയ മകനൊരു 4 ലക്ഷം, പിന്നെ രണ്ടാമത്തെ മകന് 5 ലക്ഷം. എന്നാലും നലിഞ്ഞെരുങ്ങുക. എന്ത് ചിലർ തിരിച്ചും പറയാറുണ്ട്. നമുക്ക് നല്ല പരിചയമുള്ള ഒരാളുണ്ട്. അദ്ദേഹം പറയണത് എന്താ ഇപ്പം കഥ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, മാസം ഒരു 10,000 റുപ്യ കിട്ടുട്ടോ.
5,000 റുപ്യ കൊണ്ട് ചിലവ് കഴിയും, ബാക്കി 5,000 ബാങ്കിലിടും, സുഖമായിട്ട് കഴിയുന്നുണ്ട്. ഭഗവാന്റെ കാരുണ്യം, ഒരു രോഗവുമില്ല ഭാഗ്യത്തിന്. അങ്ങനെയൊക്കെ വരുമ്പോഴേ പ്രയാസമുള്ളൂ. ആരാ സമ്പന്നൻ? ആദ്യം പറഞ്ഞാളോ രണ്ടാമത് പറഞ്ഞാളോ? ആദ്യം പറഞ്ഞാളൊരു മാസത്തിലുണ്ടാക്കണത് ഇയാൾക്ക് 10 കൊല്ലം വേണം. അത്രയേ ഉള്ളൂ. ത്രിഭിക്രമൈരസന്തുഷ്ട ദ്വീപേനാപി ന പൂജ്യതേ. 3 അടി കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കാത്തവന് 3 ലോകം കിട്ടിയാലും തൃപ്തിയാവുന്നില്ല. തൃപ്തി എന്ന് പറഞ്ഞാൽ അകത്താണ്. ആർത്തില്ലാണ്ടിരുന്നാൽ അയാളാണ് സമ്പന്നൻ. എത്ര കിട്ടിയാലും പോരാ, ഇനിയും വേണം എന്നുള്ള വിചാരമുള്ളവൻ ദരിദ്രൻ. ദരിദ്രോഹി അസന്തുഷ്ട. ഇനി പറയും ഉദ്ധവനോട് ഭഗവാൻ, എത്ര കിട്ടിയാലും പോരാന്ന് ഉള്ളിലുള്ളവനാണ്. ഉള്ളിൽ ഭിക്ഷാപാത്രമായിട്ട് നടക്കുകയാണ്. അല്ലാത്തവർക്കോ, ജ്ഞാനികൾ പുറമെ ഭിക്ഷാപാത്രം ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ ധനികനാണ്, ഉള്ളിൽ സമ്പന്നനാണ്. അവർക്ക് അടുത്ത നേരത്തെ ഭക്ഷണം മാത്രമേ വേണ്ടൂ. അത് കിട്ടി അവർക്ക് തൃപ്തിയായി. ഇനിയിപ്പോൾ നാളത്തെ കാര്യം നാളെ നോക്കാം. എത്ര സമ്പാദിച്ചു, അവരുടെയൊക്കെ കഥ എന്താവുമെന്ന് ചിന്തിക്കൂ. സപ്തദ്വീപാധിപതയ. സപ്തദ്വീപുകൾ ഭരിച്ച രാജാക്കന്മാരൊക്കെ ഇപ്പോൾ എവിടെ പോയി? വലിയ വലിയ രാജാക്കന്മാർ കഥയൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നില്ലേ? അവരൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രമേ ഉള്ളൂ, അവരൊന്നുമില്ല. എത്ര വലിയ വലിയ കെട്ടിടങ്ങളുണ്ടാക്കി, വലിയ കൊട്ടാരമുണ്ടാക്കി, എല്ലാ കാലവും ഉണ്ടാവും. അവരുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ആ വംശം അങ്ങനെ നിൽക്കും എന്നൊക്കെ വിചാരിച്ചു. ഇപ്പം എവിടെ? അവരുടെ കൊട്ടാരമൊക്കെ മ്യൂസിയമായി. അവരൊക്കെ തൃശ്ശൂർ ഭാഷയെ പറഞ്ഞ പടായി, ചുമരുമ്പിൽ തൂങ്ങി. നൃപാവൈന്യകയാദയ അർത്ഥൈ കാമൈഹി. അർത്ഥകാമങ്ങളെ കൊണ്ട് അങ്ങനെ പണം കിട്ടിയ സമാധാനവും കാമം അനുഭവിച്ച തൃപ്തിയാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും തൃപ്തിയില്ലാണ്ട് ഒരു ദിവസം അങ്ങോട്ട് മരിച്ചു പോവല്ലേ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് തൃപ്തി പുറത്തല്ല, അകത്താണ്. ഒരമ്മയ്ക്ക് അമ്പലത്തിൽ പോയപ്പോൾ ലേശം പാൽപ്പായസം കിട്ടി. ഒരു ഗ്ലാസ്സേ ഉള്ളൂ. 2 മക്കളുണ്ടേ. അമ്മ വീട്ടിൽ വന്നു, 2 ഗ്ലാസ് എടുത്തു. 2 ഗ്ലാസ്സിലും അര ഗ്ലാസ്. കാരണം 2 കുട്ടികൾക്ക് ഒരുപോലെ കൊടുക്കണം. അമ്മയല്ലേ, സ്നേഹം ഒരുപോലെയല്ലേ. 2 കുട്ടികൾക്കും അര ഗ്ലാസ് പായസം കൊടുത്തു. ഒരു കുട്ടി നോക്കിയിട്ട് അര ഗ്ലാസ്സേ ഉള്ളൂ, എനിക്ക് വേണ്ട, അതിന് മുഴുവൻ വേണം. മറ്റേ കുട്ടി നോക്കിയപ്പോഴോ അര ഗ്ലാസോ എന്ന് പറഞ്ഞ് എടുത്ത് കുടിച്ചു. 2 കുട്ടിക്കും അര ഗ്ലാസ്സേ കൊടുത്തുള്ളേ. പക്ഷെ ഒരു കുട്ടി ഉള്ള അര ഗ്ലാസ് കണ്ടു, മറ്റേ കുട്ടിയോ ഇല്ലാത്ത അര ഗ്ലാസ് കണ്ടു. എവിടെയാണ് കുഴപ്പം? കാഴ്ചപ്പാടിനാണ് പ്രശ്നം. പഠിപ്പിക്കേണ്ടത് അതാ. പണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയല്ല വേണ്ടത്. പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സന്തോഷമായിട്ടിരിക്കാൻ പഠിപ്പിക്കുക വേണ്ടത്. ഇന്നതാണ് പ്രശ്നം. എത്ര കിട്ടിയാലും പോരാ എന്നുള്ള വിചാരമാണ്. ത്രിഭിക്രമൈഹി അസന്തുഷ്ട ദ്വീപേനാപി ന പൂര്യതേ. നവവർഷസമേതേന സപ്തദ്വീപവരേച്ഛയാ സപ്തദ്വീപാധിപതയോ നൃപാവൈന്യകയാദയ അർത്ഥൈഃ കാമൈഃ ഗതാനാന്തം തൃഷ്ണയായ ഇതി ന ശ്രുതം യദൃച്ഛയോപപന്നേന സന്തുഷ്ടോ വർത്തതേ സുഖം. യാദൃച്ഛികമായിട്ട് കിട്ടുന്നത് കൊണ്ട് സന്തോഷിച്ച് കഴിയുമ്പോഴൊരു സുഖമുണ്ടല്ലോ, അത് പിടിച്ചു വാങ്ങിയാലും കട്ടാലും കിട്ടില്ല. എന്താണ്? അല്ല, യാദൃച്ഛികമായിട്ട് കിട്ടുന്നത് കൊണ്ട്, അത് കഞ്ഞിയാണെങ്കിലും കുടിച്ച് ജീവിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. അത് കാശ് കൊടുത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ കിട്ടില്ല. അതാണ് തൃഷ്ണായ. ഇനിയിപ്പോൾ കുറേ കാശുണ്ടാക്കിയെന്ന് വിചാരിക്കുക, എന്താ ഉണ്ടാവുക? അതൊക്കെ എത്ര കാലം വരും? അതൊക്കെ സമ്പരേതം ധനാധികം. ചുടലപ്പറമ്പേക്ക് എടുക്കുമ്പോൾ ഒന്നും കൂടെ വരില്ല. ഭാര്യയും അവിടെ നിൽക്കും. ഇനി ഭാര്യ അവിടെ നിന്നാൽ മതി, ഇങ്ങോട്ട് വരണ്ട എന്ന് അവിടെ ഉള്ളവരൊക്കെ പറയും. പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് തന്നെ ചത്തുപോന്നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോകാനൊരുത്തർക്കും. പിന്നെ എന്തിനാ വെറുതെ കുറേ? ആവശ്യത്തിന് പോരെ, കാര്യങ്ങൾ കഴിഞ്ഞു പോയാൽ പോരെ. അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല. ലേശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർത്തി തുടങ്ങുക. ഇല്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ. കുറച്ച് കിട്ടുമ്പോൾ ഇനിയും വേണം. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യം എന്നതും. മനസ്സിന് പിടിപെട്ട ക്യാൻസറാണ് ആർത്തി. മറ്റത് നമുക്ക് കീമ കൊണ്ട് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇതിന് പിന്നെ അതില്ലല്ലോ. എത്രയായാലും പോരാ എന്നുള്ള വിചാരം എപ്പോഴും സന്തോഷമില്ലാണ്ട് അങ്ങനെ ഇരിക്കുക. ഒരിക്കലും തൃപ്തിയില്ല, സമാധാനം ഇല്ലാണ്ടിരിക്കുകയാണ്. പണ്ടൊരാൾ തൻ്റെ മക്കൾക്ക് സമ്പത്തൊക്കെ എഴുതി കൊടുത്തു, ഒക്കെ ആധാരം ഒക്കെ എഴുതി. അതിന് ചുവട്ടിലെഴുതി മക്കളുടെ കാലശേഷം എല്ലാം എന്നിൽ തന്നെ വന്നു ചേരും. പറ്റണില്ല. അവസാനത് എങ്ങനെയപ്പോൾ അത് കൊടുക്കുക ആണ്, സാധിക്കുന്നില്ല. ഇതാണ് പ്രശ്നം.
ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എല്ലാം വെട്ടിപ്പിടിക്കൽ എളുപ്പമാണ്, വിട്ടുകൊടുക്കുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് ശീലിക്കുകയാണ് വേണ്ടത്. തസ്മാത് ത്രീണിപദാന്യേവ. അധികം ഞാൻ വിസ്തരിക്കുന്നില്ല. ഇത്രയും പറഞ്ഞതുകൊണ്ട് അങ്ങേക്ക് എൻ്റെ കാഴ്ചപ്പാട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കെന്ത് മതി? തസ്മാത്, അതുകൊണ്ട് ത്രീണിപദാന്യേവ, 3 അടി മണ്ണ് മാത്രമേ വേണ്ടൂ. പറ്റുമെങ്കിൽ അത് തരിക, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീട്ടിൽ പോയി ചോദിക്കും. ഇത്രയും കേട്ടപ്പം പിന്നെ ബലിക്ക് എന്നാൽ പിന്നെ അത് കൊടുത്തേക്കാം എന്ന് കരുതി ബലി ആ 3 അടി മണ്ണ് കൊടുക്കാൻ അങ്ങോട്ട് പുറപ്പെട്ടതും ആരവിടെ വന്നു? ഗുരുനാഥൻ വന്നു. ശുക്രാചാര്യർ. ഗുരുനാഥൻ്റെ ഡ്യൂട്ടിയാണ് ഭഗവാനെ കാണിച്ചു കൊടുക്കേണ്ടത്. ഇതാരാ കാണിച്ചു കൊടുക്കേണ്ടത്? ആരാന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? വന്നത് സാധാരണ ഒരു ബ്രാഹ്മണനാണ് കരുതിയെങ്കിൽ അത് ബ്രാഹ്മണനല്ല, ഭഗവാൻ തന്നെയാന്ന് കാണിച്ചു കൊടുക്കണ്ടേ. അതിനുവേണ്ടി ഗുരുനാഥൻ വന്നു, പറഞ്ഞു, ഏഷ വൈരോചനെ സാക്ഷാത് ഭഗവാൻ വിഷ്ണു. ഇതാരാണ്? സാക്ഷാൽ ഭഗവാൻ തന്നെയാട്ടോ. നമ്മൾ കേട്ട മറ്റേ കഥയിൽ എന്തില്ല, അറിയാണ്ട് വന്ന് കൊണ്ടുപോയിന്ന അല്ലേ? മാവേലി നടുവാണിയിടും കാലം, ആ കഥയിൽ എന്താണുള്ളത്? മാവേലി അറിഞ്ഞില്ല പാവം, അറിയാണ്ട് വന്നു, പിന്നെ വലുതായപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെയൊക്കെയാണ് കഥ. അല്ല, ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ആര് കൊടുക്കുന്നത്? ബലിക്ക് നീ കൊടുക്കാണ്ടിരിക്കാം, പക്ഷെ ബലി കൊടുത്തു. അതാണ് ബലിയുടെ കേമത്തം. ഏഷ വൈരോചനേ സാക്ഷാത് ഭഗവാൻ വിഷ്ണു. ഇത് സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവാണ്. അവ്യയ, ഒരിക്കലും ചോർന്നു പോവാത്തവനാ, ഒരിക്കലും നാശമില്ലാത്തവനാ. പിടിക്കുകയാണെങ്കിൽ പിടിച്ചോളൂ പോലെ. നിന്റെ സർവസ്വവും നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ഈ ഭഗവാനെ ആശ്രയിക്കുക. കാരണം ഇയാൾ ഒരിക്കലും ഇല്ലാണ്ടിയാവില്ല. മറ്റതൊക്കെ ഇല്ലാണ്ടിയാവും. നിന്റെ സമ്പത്ത്, അധികാരം, അതൊക്കെ നാളെ ഇല്ലാണ്ടിയാവും. ഇത് ഇല്ലാണ്ടിയാവില്ല. അതുകൊണ്ട് ഇവനെ പിടിക്കൂ. ഇതാണ് ഉപദേശം. അതാണ് ബലി ചെയ്തത്. എന്ത്? തൻ്റെ സർവസ്വവും നഷ്ടപ്പെടുത്തി. എന്നിട്ട് ആരെ പിടിച്ചു? ഭഗവാനാണ് തൻ്റെ സ്വത്ത് എന്ന് പറയേണ്ടായത്. അതുകൊണ്ട് എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറയാം. ഈ ഭഗവാൻ അങ്ങോട്ട് വലുതാവും. നീ കൊടുക്കാൻ പുറപ്പെട്ട അദ്ദേഹം അങ്ങോട്ട് വലുതാവും. 2 അടി കൊണ്ട് എല്ലാം അളക്കും. 3ാമത്തെ അടി കൊടുക്കാൻ നിനക്ക് പറ്റില്ല. കാരണം പിന്നെ സ്ഥലം ഉണ്ടാവില്ല. നീ പറഞ്ഞത് 3 അടി കൊടുക്കാന്നാ, പറ്റില്ല. നീ കളവ് പറയുന്നവനാവും പോലെ. എന്തായാലും നീ കളവ് പറയുന്നവനാവും. അങ്ങനെ വെച്ചൊരു കാര്യത്തോ ഇപ്പം തന്നെ കളവ് പറഞ്ഞോ, എന്ത് തരില്ല എന്നങ്ങോട്ട് പറഞ്ഞോ, എന്നാൽ പിന്നെ കയ്യിലുള്ളത് നഷ്ടപ്പെടില്ല. മറ്റേ നഷ്ടപ്പെടും ചെയ്യും. 3ാമത്തെ അടി കൊടുക്കാനും പറ്റില്ല. ഇതാവുമ്പം കളവ് പറയുന്നവന്നൊരു ചീത്തപ്പേരുണ്ടാവും. നമ്മൾ അസുരന്മാരല്ലേ, ചീത്തപ്പേരൊക്കെ എന്താ പ്രശ്നം? എന്നാലും കയ്യിൽ കാശുണ്ടല്ലോ, കാശിൻ്റെ ചീത്തപ്പേരൊക്കെ ഇല്ലാണ്ടേക്കാൻ പറ്റും. മറ്റേത് കാശും പോവും, കളവ് പറയുന്നവെന്നുള്ള പേരും ഉണ്ടാവും. തൻ്റെ ഗുരുനാഥൻ വരെ കളവ് പറയാൻ പ്രേരിപ്പിച്ചിട്ടും ആ ഭക്തൻ സത്യാന്ന ചലിതോ മഹാൻ. അതാണ് ബലിയുടെ മഹത്വം. ഗുരുനാഥ, അങ്ങനത്തെ ഈ പറയണത് കളവ് പറയാനോ? അങ്ങനല്ലേ കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിച്ചത്. 1ാമത്തെ പാഠം എന്താ? സത്യം വദ. 1ാമത്തെ പാഠം. തല പോയാലും ബലെ കളവ് പറയരുത്. നാളൊരു പക്ഷേ ഞാൻ തന്നെ നിൻ്റെ മുന്നിൽ വന്ന് പറയും, എന്ത് കളവ് പറഞ്ഞോന്ന്. അപ്പോഴും നീ എന്ത് പറയരുത്? കളവ് പറയരുത്. അതാണ് ഇപ്പം പരീക്ഷിച്ചത്. ഗുരുനാഥൻ പരീക്ഷിക്കുകയാണ്. തൻ്റെ ശിഷ്യൻ്റെ മഹത്വം ലോകർക്ക് കാണിച്ചു കൊടുക്കുക. ഞാൻ പോലും കളവ് പറയാൻ പറഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കണ്ടില്ലേ എൻ്റെ ശിഷ്യൻ്റെ മഹത്വം? ഒരു കളവ് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടില്ല, തൻ്റെ സമ്പത്തൊക്കെ അവിടെ ഉണ്ടാവും. എന്നിട്ട് പോലും അദ്ദേഹം കളവ് പറഞ്ഞില്ല. ധർമ്മം ജര, ധർമ്മനുഷ്ഠിക്കണം, സത്യം വധ, സത്യം പറയാവൂ എന്നൊക്കെ പഠിപ്പിച്ച് അങ്ങിപ്പം എന്നോട് കളവ് പറയാൻ പറയണോ ഗുരുനാഥ? അത് മാത്രം പറയരുതേ. ഈ ലോകത്ത് എല്ലാം നഷ്ടപ്പെടുന്നത് ബലിക്ക് വിഷമല്ല. ബലിക്ക് വിഷമമുള്ള കാര്യം പ്രാഹ്ലാദിക്കിതവോ യഥാ. പ്രഹ്ലാദൻ്റെ പേരക്കുട്ടി കളവ് പറയുന്നവനാ എന്ന് ജനങ്ങൾ പറഞ്ഞാൽ അതെനിക്ക് വിഷമാണ്. എൻ്റെ മുത്തച്ഛനെ പറയിപ്പിക്കുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അതെനിക്ക് വിഷമാണ്. അതുകൊണ്ട് പ്രഹ്ലാദൻ്റെ പേരക്കുട്ടി കളവ് പറയുന്നവനെന്ന് പറയരുത് ആരും. ഞാൻ കൊടുക്കും. ഭഗവാനെന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായത്. എന്തായാലും ഇങ്ങോട്ട് വന്ന് ചോദിക്കേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിനില്ല. ഭഗവാന്റെ അല്ലേ ഇതെല്ലാം. എന്നാലും ഒരു നാടകമായിട്ട് വന്ന് എന്നോട് ചോദിക്കുമ്പം ഒരു നാട്യമായിട്ട് കൊടുക്കാൻ എനിക്കും പറ്റുന്നുണ്ടല്ലോ. വാങ്ങുന്ന ആളെ കൈ താഴെയാണ്, കൊടുക്കുന്ന ആളുടെ കൈ മുകളിലാണ്. എന്നാലും ഭഗവാന് കൊടുക്കാൻ പേരിനാണെങ്കിലും ഭഗവാന് 3 അടി കൊടുത്തവൻ ആര്? ബലി എന്ന പേരിനാണ്. സംഗതി ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല, ഒക്കെ ഭഗവാന്റെയാണ്. എന്നാലും അത് സാധിച്ചില്ലേ, അത് ഞാൻ വലിയ കാര്യമായിട്ട് കണക്കാക്കും. അതുകൊണ്ട് എനിക്ക് ഭഗവാൻ ഈ സർവസ്വവും എടുക്കുന്നതിൽ ഒരു പരാതിയുമില്ല. ഞാനിവിടെ വന്നത് നഗ്നനായിട്ടാണ്, തിരിച്ചു പോകുക നഗ്നനായിട്ടാണ്. ഈ തന്നതൊക്കെ ആരാ? ഭഗവാനാണ്. അവിടത്തേക്ക് അത് എടുക്കാനും അധികാരമുണ്ട്. അതുകൊണ്ട് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ സമയത്ത് ശുക്രാചാര്യർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ശപിക്കും. അങ്ങയുടെ ഇഷ്ടം, അങ്ങക്ക് ശപിക്കുക അനുഗ്രഹിക്കുക ചെയ്യുക, അങ്ങൻ്റെ ഗുരുനാഥനല്ലേ, അങ്ങക്ക് എന്താ വെച്ചാൽ ആവാം, ഞാൻ അങ്ങയെ ധിക്കരിക്കുക തോന്നരുതേ എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുക്കാനൊരുങ്ങി.
വിന്ധ്യാവലിയെ നോക്കി തൻ്റെ ഭാര്യയെ, അവൾ സ്വർണ്ണക്കണ്ടിൽ വെള്ളമായിട്ട് നിൽക്കുക, എന്തെങ്ങനെ മടിച്ചു നിൽക്കണു, കൊടുത്തൂടെ? ഇത്രയൊക്കെ കാത്തു നിൽക്കണോ? ഭഗവാനെന്ന് പറഞ്ഞാൽ കൊടുക്കല്ലേ വേണ്ടത്. പിന്നെന്താ സംശയം? ഓം തത്സത്, പുഞ്ചിരിച്ചും കൊണ്ട് ബലി കൊടുക്കുകയാണ്. ഭഗവാൻ ചോദിച്ചു, അളക്കട്ടെ? അളക്കാം. ഒരു സെക്കൻഡ്. തത് വാമനം രൂപം അവർദ്ധത. ആരാ? വാമനൻ്റെ രൂപം അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. അദ്ഭുതം, അതങ്ങോട്ട് വർദ്ധിച്ചു. ഭൂലോകം, ഭുവർലോകം, സുവർലോകം, മഹർലോകം, ജഡർലോകം, തപോലോകം, സത്യലോകം, അതലം, വിതലം, സുതലം, രസാതലം, മഹാതലം, തലാതലം, പാതാളം. രണ്ടടി അങ്ങോട്ട് വച്ചല്ലേ 14 ലോകങ്ങളും വളർന്നു. പഴയതുപോലെ തന്നെയായി. ത്രിവിക്രമനാരായി മാറി, വാമനമൂർത്തിയായി. 7 വയസ്സ് ബാലൻ. ബലിയുടെ അടുത്ത് വന്ന് തലയുറഞ്ഞുകൊണ്ട് ചോദിക്കുക, കണക്ക് പ്രകാരം 3 അടിയാണ്. 2 അടി കഴിഞ്ഞു, 3ാമത്തെ അടി ഇപ്പോൾ എവിടെയാണ് വയ്ക്കുക? കണക്ക് പ്രകാരം 3 അടി തരാമെന്ന് അങ്ങ് പറഞ്ഞത്. 2 അടി അളന്നു, ഇനി 3ാമത്തെ അടി ഞാനിപ്പോൾ അത് എവിടെ വയ്ക്കും? ബലി പുഞ്ചിരിച്ചും കൊണ്ട് പറയാണ്, ഇപ്പം എനിക്കൊക്കെ മനസ്സിലായി. എന്ത് മനസ്സിലായി? അങ്ങ് വന്നത് എന്തിനാണെന്നും മനസ്സിലായി, ഇപ്പം ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്നും മനസ്സിലായി. ഇത്രയും കാലം എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു, എനിക്കിങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ കേമത്തം കൊണ്ടാണ് എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി, എനിക്ക് ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ്. ഇനിയും അങ്ങ് വിചാരിച്ചാൽ എൻ്റെ വാക്ക് സത്യമാക്കാൻ പറ്റും. ഇതാണ് തിരിച്ചറിവ്. ഇനിയും അങ്ങ് വിചാരിച്ചാൽ, ഞാൻ വിചാരിച്ചാൽ പറ്റില്ല. എൻ്റെ വാക്ക് സത്യമാക്കുന്നത് ഞാനല്ല, അങ്ങ. ഭക്തന്മാരുടെ വാക്ക് സത്യമാക്കുന്നത് ആരാ? നമ്മൾ നിശ്ചയിക്കുന്നു, സപ്താഹം ഇന്ന ദിവസം ആവാം. സത്യമാക്കുന്നത് ആരാ? നമ്മളാ? അത് ഭഗവാൻ തീരുമാനിക്കണം. സത്യമാക്കണോ വേണ്ടെന്ന് ഭഗവാൻ തീരുമാനിക്കുകയാണ്. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു. അങ്ങനെയല്ലേ വർണ്ണിച്ചത്? ഞാൻ കൊടുക്കാൻ വിചാരിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് സത്യമാക്കുന്നത് ആരാ? അയാൾക്ക് കൊടുക്കാൻ ഉണ്ടാക്കിയതാരാ? അത് ഭഗവാനല്ലേ. ഇനിയും വേണമെങ്കിൽ അങ്ങേക്ക് എൻ്റെ വാക്ക് സത്യമാക്കാൻ സാധിക്കും. അങ്ങനെ വലുതാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, എന്താണ്? അങ്ങനത്തെ വൃക്കവനാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, വലുതായ നിവൃത്തിയില്ല കേട്ടോ. ഈ 7 വയസ്സ് ബാലൻ്റെ ആ ഒരു വലുപ്പത്തിൽ അങ്ങ് നിൽക്കുമെങ്കിൽ അങ്ങയുടെ പാദം, കുഞ്ഞിക്കാല് ഈ ശിരസിന് പാകാം. എൻ്റെതൊക്കെ അല്ലേ എടുത്തുള്ളൂ, ഞാൻ ഇവിടെ ബാക്കിയുണ്ടല്ലോ, എന്നെ കൂടി അങ്ങോട്ട് എടുത്തോളൂ. പദം തൃതീയം കുരുശീർഷ്ണി മേ നിജം. തലങ്ങോട്ട് കുനിച്ചു തൊഴുതു. അങ്ങയുടെ ആ പാദം ഇവിടെ കൃത്യ എൻ്റെ ഈ ശിരസിലങ്ങോട്ട് വെച്ച് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് അദ്ദേഹം കുനിഞ്ഞു. ഭഗവാൻ അദ്ദേഹത്തിനെ ചവിട്ടിയിട്ടില്ല. ഭഗവാന്റെ കണ്ണിന്ന് 2 തുള്ളി കണ്ണീര്. സന്തോഷമായി. ഇപ്പോഴാണ് പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയായത്. ഇല്ലേ ബലേ, എനിക്കൊന്നും ആവശ്യമില്ല. എന്താ ഭഗവാന് വേണ്ടത്? എന്താ ഇല്ലാത്തതൊക്കെ ഭഗവാന്റെയാണ്. എന്തിനും കൊണ്ടുപോകണു? താനിത് തിരിച്ചറിഞ്ഞാൽ മതി. എനിക്ക് അത്രയേ വേണ്ടു. നമ്മൾക്കും അത്രയേ ഭഗവാന് വേണ്ടു. നമ്മളിതൊക്കെ തിരിച്ചറിഞ്ഞാൽ മതി. ഇതൊക്കെ ഭഗവാന്റെ പേരിൽ എഴുതി വെക്കണമെന്നൊന്നുമില്ല. ഭഗവാന്റെയാണ്. നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി ഇതൊക്കെ ഭഗവാന്റെയാണ് കേട്ടോ എന്ന് വിനയത്തോടെ പ്രസാദമായിട്ട് അനുഭവിക്കാം. അതല്ലാണ്ട് അഹങ്കാരത്തോടു കൂടി എൻ്റെ എന്ന് പറയുമ്പോൾ അതൊരു വിഷമമുണ്ട്. അത് ശരിയല്ല. അത് സ്വാർത്ഥതയാണ്. അത് ശരിയല്ല. ബ്രഹ്മദേവൻ ഓടി വന്നു, ആ ബലിയെ ഉപദ്രവിക്കരുതേ. ഭഗവാൻ ചോദിച്ചു, ബ്രഹ്മദേവ അങ്ങനെന്താ വിചാരിച്ചത് ഞാൻ ഉപദ്രവിക്കാന്നോ? ഇതെൻ്റെ ഒരു സമ്പ്രദായമല്ലേ. ഞാൻ കൊടുത്തതിൽ അഹങ്കരിച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ വന്ന് അവരുടെ അഹങ്കാരം ഇല്ലാണ്ടിയാക്കും. ഇപ്പം അങ്ങ് കേട്ടോ ബലി പറഞ്ഞത്? ഏഷ ദാനവ ദൈത്യാനാമഗ്രണീ കീർത്തിവർദ്ധന. അസുരകുലത്തിൽ ഇങ്ങനെ ഒരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അജയ്ഷീതജയാം മായാം. വളരെ പ്രയാസ എൻ്റെ മായയെ ജയിക്കുക എന്ന് പറഞ്ഞാൽ. പരമശിവൻ പോലും ഒന്ന് വറച്ചു പോയിട്ടുണ്ട്. പക്ഷെ ആ മായയെ ഈ അസുരൻ ജയിച്ചില്ലേ. ഇടയ്ക്കൊരു അഹങ്കാരമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കണത് ഈശ്വര കഥകൾ കേൾക്കണത് നിന്നുപോയി. മുത്തശ്ശനിൽ നിന്ന് കുറച്ച് മാറി നിന്നു. പിന്നെ ഈ അസുരന്മാരായിട്ടാണ് കൂട്ട്. അതുകൊണ്ട് പറ്റിയതാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഇനിയും അങ്ങനെ വഷളാവാണ്ടിരിക്കാൻ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാം. എന്തായാലും സമർപ്പിച്ചതല്ലേ. ആരെ? എന്നെ അങ്ങോട്ട് എടുത്തോളൂ, ഞാൻ അങ്ങയുടെ സ്വത്താ പറഞ്ഞതല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇയാളെ ഞാൻ സംരക്ഷിക്കണ്ടേ. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഞാൻ സുതലം സ്വർഗിഭിഹി പ്രാർത്ഥ്യം, സ്വർഗത്തിലുള്ളവർ പോലെ ഒന്ന് പോയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സുതലം എന്ന സ്ഥലത്തേക്ക്, സുഷ്ടുതലം അവന് നല്ല സ്ഥലം, ശാന്തിയുള്ള സമാധാനമുള്ള സ്ഥലം എന്നർത്ഥം. അവിടേക്ക് ഞാൻ കൊണ്ടുപോവുക. അദ്ദേഹത്തെ നോക്കാൻ ഞാനുണ്ടാവും അവിടെ. മറ്റാരും നോക്കണമെന്ന് എനിക്കിഷ്ടമല്ല. എൻ്റെ ഭക്തനെ ഞാൻ തന്നെ സംരക്ഷിക്കും. ഞാനവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കും. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും കുട്ടികളെയൊക്കെ ആര് നോക്കും? ഞാൻ നോക്കും എന്ന് പറയാൻ മാത്രമല്ല, ഭഗവാൻ അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുകയാണ്. ആരുടെ?
AC ബലി നിൽക്കുമ്പോൾ പുറത്ത് വെയിലും മഴയും കൊണ്ട് ആര് വാമനമൂർത്തി പുറത്ത് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുകയാണ്. പഞ്ചമസ്കന്ധത്തിലൊരു കഥ ഉണ്ട്. ലങ്കേശൻ രാവണൻ വാമനമൂർത്തിയെ ഈ ബലിയെ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ രാവണൻ വന്ന സമയത്ത് വാമനമൂർത്തി പറഞ്ഞു ഇപ്പം കാണാൻ പറ്റില്ല, തൻ്റെ ഭക്തൻ അവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. രാവണൻ പറഞ്ഞു ഞാൻ ലങ്കേശനാണ്, എനിക്കിപ്പം കാണണം. എന്ത് ഏശനാണെങ്കിലും അവിടെ ഇരിക്കുക, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം ഊണ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കാണാം. അത് കേൾക്കാതെ അകത്തേക്ക് പ്രവേശിക്കാൻ പുറപ്പെട്ടു. വാമനമൂർത്തി തൻ്റെ കാലിൻ്റെ തള്ളവിരൽ കൊണ്ടൊരു തട്ടങ്ങോട്ട് കൊടുത്തു. ഇങ്ങോട്ട് വന്നത് വിമാനത്തിലാണ്, പുഷ്പക വിമാനം ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയത് വിമാനം ഇല്ലാണ്ട ലങ്കയിലേക്ക് ഇങ്ങനെ ആര് പോയി, പിന്നെ ഇത് അങ്ങോട്ട് എത്തിക്കേണ്ടായത്. ആ ഒരു കഥ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ അർത്ഥം കേവലം രക്ഷിക്കാം എന്ന് പറയുക മാത്രമല്ല, രക്ഷിഷ്യേ സർവതോ മാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും, അങ്ങക്ക് എന്നെ കാണാൻ സാധിക്കും, അങ്ങയുടെ കാവൽക്കാരനായിട്ട് ഞാൻ നിൽക്കും. കാരണം അങ്ങയെ എനിക്ക് സമർപ്പിച്ചില്ലേ. ഇത്രയൊന്നും ആരും ചെയ്യാറില്ല പോലെ. തൻ്റെ കയ്യിലുള്ളതൊക്കെ കൊടുക്കുകയായിരിക്കും, തന്നെ കൊടുക്കൊന്നുമില്ല. നമ്മൾ കൊടുക്കുമോ? ഭഗവാൻ നമ്മൾ തന്നെ കൊടുക്കുമോ? കയ്യിലുള്ളതൊക്കെ കൊടുക്കുകയായിരിക്കും. താൻ തന്നെ സമർപ്പിച്ചില്ലേ. ആത്മനിവേദനം. പ്രഹ്ലാദം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭക്തിയുടെ അവസാനത്തെ തലെന്താ? ശ്രവണം കീർത്തനം വിഷ്ണോഹ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം. ആത്മനിവേദനം, തന്നെ സമർപ്പിക്കുക. അത് താൻ ചെയ്തില്ലേ, അതുകൊണ്ട് തനിക്ക് ഇനി ദുഃഖിക്കേണ്ടി വരില്ല. തൻ്റെ കാര്യങ്ങൾ ഞാൻ നടത്താം, ഞാൻ ഏറ്റെടുത്തു. ഇതാണ് ഈ കഥ. ഇങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മളെന്ത് പറയണത്? അവിടെ വിഷമം ചവിട്ടിത്താഴ്ത്തി പറയുന്നത്. അത് വയ്യ, അത് പറയണുണ്ടെങ്കിൽ കുറച്ച് വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും അത് പറയരുത്, അത് പറയണ ദിക്കിൽ നിൽക്കരുത്. പറ്റിക്ക് ചെവിപൊത്തി ഓടുക, അങ്ങനെയുള്ള കഥ പ്രചരിക്കുന്ന ദിക്കിൽ സാക്ഷിയായിട്ട് നിന്നാൽ പോലും അതിന് കുറ്റമുണ്ട്. കാരണം ഭഗവാന്റെ ആ ഭക്തവാത്സല്യമാണ് ഈ കഥയിൽ കാണിക്കുന്നത്. വാമനമൂർത്തിയുടെ മഹത്വം, അതുപോലെ ഭക്തനായ ആ ബലിയുടെ മഹത്വം ആണ് ഈ കഥയിൽ വർണ്ണിക്കുന്നത്. പക്ഷെ അത് വളച്ചൊടിച്ച് വേറൊരു കഥയാക്കുമ്പോൾ അതിൽ ദോഷമുണ്ട്, ശ്രദ്ധിക്കണം എന്നർത്ഥം. അതിനുശേഷം പിന്നീട് മത്സ്യാവതാരം ഒന്ന് സൂചിപ്പിച്ചു. ബ്രഹ്മദേവൻ ഉറങ്ങണ സമയത്ത് മുഖത്തു നിന്ന് വേദം കട്ടുകൊണ്ടുപോയി ഹയഗ്രീവൻ എന്ന അസുരൻ. ഉറങ്ങിക്കഴിഞ്ഞാൽ അറിവ് നഷ്ടപ്പെടും. നമ്മളത് വിചാരിക്കണില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ഭാഗവതവും സപ്താഹത്തിന് ഉറങ്ങിയാലേ ഭാഗവതം നഷ്ടപ്പെടും, അറിവ് നഷ്ടപ്പെടും. ഉറക്കെന്ന് പറഞ്ഞത് അർത്ഥം രാത്രി കിടന്നുറങ്ങണതല്ല, ശാസ്ത്രത്തിൻ്റെ നേരെ കണ്ണടയ്ക്കുക, മുഖം തിരിഞ്ഞു നിൽക്കുക. അതാണ് പറയണത്. സൗകര്യങ്ങളും അവസരങ്ങളും ഉണ്ടാകുമ്പം അത് വേണ്ടതുപോലെ ഉപയോഗിക്കാണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് അസുരൻ കയറിയിരിക്കും. വെറുതെ ഇരിക്കുന്നവൻ്റെ മനസ്സ് ചെകുത്താൻ്റെ പണിശാലി എന്നാണ് പറയുക. ബ്രഹ്മദേവൻ പോലും ഭാഗവതം നോക്കാണ്ടിരുന്നപ്പോൾ എന്ത് പറ്റി? മനസ്സിലാര് വന്നു? ഹയഗ്രീവൻ എന്ന അസുരൻ വന്നു. അയാൾ അറിവ് കൊണ്ടോ എന്ന് പറഞ്ഞത് താല്പര്യം. അസുരന്മാരുടെ കയ്യിൽ അറിവ് കിട്ടിയാൽ അവർ വളച്ചൊടിക്കും. അസുരന്മാരുടെ കയ്യിൽ അറിവ് കിട്ടാൻ കാരണം നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിത് വേണ്ട പോലെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ വളച്ചൊടിക്കാൻ ആളുകളുണ്ടാവും. അവരത് അങ്ങനെ പ്രചരിപ്പിക്കും. അതാവും നമ്മുടെ കുട്ടികൾ പഠിക്കുക, അവർ വഷളാവും, പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ നേരാവണ്ണം പഠിച്ച് ഈ കാര്യം കുട്ടികൾക്ക് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ വഴി തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദുഃഖിക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ ഈ കഥയുടെ താല്പര്യം. ബ്രഹ്മദേവൻ അബദ്ധം പറ്റി തെറ്റ് മനസ്സിലാക്കി ബ്രഹ്മദേവൻ ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാൻ ഒറ്റക്കൊമ്പുള്ള മഹാമത്സ്യമായിട്ട് അവതരിച്ച് ഹയഗ്രീവനെ കുത്തിമലർത്തി ആ വേദം ബ്രഹ്മദേവന് കൊണ്ടുകൊടുത്ത് ബ്രഹ്മദേവനെ കൃതാർത്ഥനാക്കി. ഇനിയെങ്കിലും ഉണർന്നിരുന്ന് ഈ ശാസ്ത്രത്തെ പരിപാലിക്കണേ എന്ന് പറഞ്ഞു. വെള്ളം ചേർക്കാണ്ട ശാസ്ത്രം പ്രതിപാദിക്കുക, അതാണ് പറഞ്ഞത്. ഭാഗവതമൊക്കെ വെള്ളം ചേർക്കാണ്ട് പ്രചരിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക. അത് ആൾക്ക് മുഷിയുണ്ടോ ഇല്ലയുള്ള ചോദ്യമല്ല, താനതിനോട് നീതി പുലർത്തുക. കാരണം ഇത് നഷ്ടപ്പെട്ടാൽ ദുഃഖിക്കേണ്ടി വരും. നമ്മൾ വേണ്ടതുപോലെ പ്രചരിപ്പിച്ചില്ലെങ്കിൽ ഇതൊക്കെ വളച്ചൊടിക്കും, പല രീതിയിൽ പ്രചരിപ്പിക്കും, അവസാനം ദുഃഖിക്കേണ്ടി വരും. ഇതാണ് ഈ കഥയുടെ താല്പര്യം.